എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഡേറ്റ്സ് കൊണ്ടുള്ള ഒരു അടിപൊളി പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും തന്നെ ആവശ്യമില്ല. വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് മാത്രം തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml ആണ്. അതിലേക്ക് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ പകരം കോൺഫ്ലവർ വേണമെങ്കിലും ചേർത്താൽ മതി. അപ്പോൾ ടേസ്റ്റിനായിട്ട് എന്തെങ്കിലും എസൻസും കൂടെ ചേർക്കണം, വാനില എസൻസോ അങ്ങനെ എന്തെങ്കിലും കൂടെ ചേർക്കണം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ഞാൻ 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുത്താൽ മതിയാകും. ഇപ്പം ഞാനിവിടെ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ കസ്റ്റാർഡൊക്കെ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അടി പിടിക്കും. പിന്നെ അടി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റേ അങ്ങ് മാറിപ്പോകും. അപ്പോൾ ഇനി നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരു തിളച്ച് കഴിഞ്ഞാൽ ഒരു 1-2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒത്തിരി സമയം വീണ്ടും കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിളയ്ക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഇത് കുറുകിയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാവുന്നതാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷവും നമ്മൾ കുറച്ച് സമയം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ബദാമും കുറച്ച് പീനട്ടും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ നെയ്യിലാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ റോസ്റ്റ് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു പാനിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് കളറ് മാറുമ്പോഴാണ് ഞാനിതിലേക്ക് കുറച്ച് ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 10 ഡേറ്റ്സ് കുരുകളഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡേറ്റ്സ് എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെയാണ് വെള്ളം എടുക്കുന്നത്. അതൊരു 85 ml കപ്പാണ്. അപ്പോൾ ആ വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മുടെ ഡേറ്റ്സ് ഒക്കെ നല്ല പേസ്റ്റ് പരുവത്തിലാവണം. അതുവരെയാണ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഡേറ്റ്സ് നല്ല കട്ടിയുള്ള ഡേറ്റ്സ് ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് പേസ്റ്റ് പരുവത്തിലാക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുവിധം നന്നായിട്ട് പേസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടറിൻ്റെ ഫ്ലേവറും കൂടെ ചെല്ലുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അതിനുശേഷം നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറണം. അതിനുശേഷമാണ് നമ്മൾ ഈ പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്യേണ്ടത്. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യേണ്ടത് ആ പാത്രത്തിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ വളരെ ചെറിയൊരു എമൗണ്ടാണ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഇതുപോലെ കൂട്ടിയെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ വേറെയും കുറേ പുഡിങ്ങൊക്കെ ഇട്ടിട്ടുണ്ട്. വറ്റലപ്പം എന്ന് പറയുന്ന ഒരു ശ്രീലങ്കൻ പുഡിങ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മാംഗോ പുഡിങ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കാണണേ. അപ്പോൾ നമ്മുടെ ബദാമും പീനട്ടും ഞാനൊന്ന് വറുത്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതും കൂടെ ചെല്ലുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് കൂടുതൽ കട്ട പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഓഫ് വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മാത്രമാണ് നമ്മളിത് കസ്റ്റാർഡ് അധികം കട്ട പിടിക്കാതെ കിട്ടുകയുള്ളൂ. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പീനട്ടും ബദാമും വെച്ചിട്ട് തന്നെയാണ് ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അല്ല നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. കൂടുതൽ ഐഡിയാസ് ഉണ്ടെങ്കിൽ അതുപോലെ ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഈ നട്ട്സ് നിങ്ങൾക്ക് ഷുഗർ കാരമലൈസ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ വെക്കണം. അതിനുശേഷം എടുത്തതാണ് ഈ പുഡിങ്. അപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പുഡിങ് ഇവിടെ തയ്യാറാണ്. നട്ട്സൊക്കെ ചേർത്തത് കൊണ്ട് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.